മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റു പറയുന്നു. ശ്രദ്ധിച്ചോണേ നിങ്ങൾ ആ വേർഡ്. ആദ്യം പറയുന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ 28 മുതലുള്ള വാക്യം നമ്മൾ വായിച്ചത് ഇപ്രകാരമാണ്: എന്നാൽ നിങ്ങളുടെ തലയിലെ സകല രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. എന്നിട്ടാണ് താഴെ പറയുന്നത്. എന്ത് പറയുന്നു? സ്വർഗ്ഗസ്ഥനായിരിക്കുന്ന പിതാവ് നിങ്ങളെ മാനിക്കും. ഞാൻ വരുന്നുണ്ട് ആ വിഷയത്തിലേക്ക്. ആരെ കുറിച്ചാ പറയുന്നത്? മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റു പറയുന്നവനെ. ആരാ ഏറ്റു പറയുന്നത്? അവരാണ് ആത്മാക്കളെ നേടുന്നവര്, മറ്റുള്ളവരുടെ സുവിശേഷം പറയുന്നവര്, യേശു രക്ഷിതാവെന്ന് ബോൾഡായിട്ട് പറയുന്നവര്. അതിന്റെ മുകളിലത്തെ ഭാഗം കൂടെ ചിന്തിപ്പിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ. അവർക്ക് ഉള്ളതായിരിക്കുന്ന ഒരു പ്രിവിലേജ് ആയിരിക്കും ഗാഡ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ. ഒരു സ്പെഷ്യലായിട്ടായിരിക്കും ദൈവം അവരെ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ലോകത്തിൽ എവിടെങ്കിലും നിങ്ങൾ നോക്കിയോ, ആത്മാക്കളെ ആദായപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ സാധാരണപ്പെട്ട വിശ്വാസിയും ആത്മാക്കളെ ആദായപ്പെടുത്താനുള്ള വ്യത്യാസം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടും. എന്താ അവിടുത്തെ വിഷയം എന്ന് പറയുന്നത്? ദൈവികമായിരിക്കുന്ന പ്രൊട്ടക്ഷൻ. ദൈവത്തിന്റെ കരങ്ങൾ അവരുടെ ജീവിതത്തിൽ സ്പഷ്ടമായിട്ട് വെളിപ്പെടുവാനിടയായി തീരും. ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ, വരും കാലത്തിന്റെ അനുഗ്രഹമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഭൂമിയിൽ ഞാൻ നിങ്ങളുമായിരിക്കുമ്പോൾ ദൈവികമായിരിക്കുന്ന പ്രൊട്ടക്ഷനില്, ദൈവികമായിരിക്കുന്ന കെയറിലായിരിക്കും അങ്ങനെയുള്ളവർ ജീവിക്കുന്നത്.